അർജുൻ സാറിന്റെ വെൽക്കം സ്പീച്ച് കേട്ടപ്പോ തന്നെ എന്താ പറയാ, ഞാൻ എന്നെ കോരിത്തരിച്ചു പോയി. അപ്പൊ ബാക്കിയുള്ള അവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു യൂത്ത് ഐക്കന്റെ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ തവണയാന്ന് തോന്നുന്നു എനിക്കൊരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു വേദി കിട്ടുന്നത്. ഈ ഒരു സമയവും നേരത്തെ പറഞ്ഞ പോലെ പീക്ക് ടൈം ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്നിട്ടുള്ള 90 പേര്, ഞാനിപ്പോ കാണുന്നത് ഞാനടക്കമുള്ള 90 പേരാണ്. 90 പേരും RCMനെ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത വ്യക്തികളാണ്. അതേപോലെ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ RCMനെ കൃത്യമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്തായാലും വളരെ സന്തോഷം. എന്നെ നന്നായിട്ട് അർജുൻ സാറ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് എനിക്ക് പോകണം എനിക്ക് തോന്നുന്നില്ല. അർജുൻ സാർ, ഇതിന്റെ ടൈമിംഗ് എത്രയാണ്? നമുക്ക് അപ്പൊ എന്തായാലും എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. എന്റെ പ്രൊഫഷൻ പറഞ്ഞു, എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് പോകുന്നത്. 2012 ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം 2017 വരെ ഞാൻ അതേ മേഖലയിൽ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു. എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം, അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. പോപ്പുലറായി വരുന്നേ ഉള്ളൂ. യാദർശികമായിട്ടാണ് RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എനിക്ക് കിട്ടിയത്. നമ്മൾ ഭൂരിഭാഗം 99.9% ആളുകളും ഇപ്പൊ ഇരിക്കുന്ന ആളുകളും ഇപ്പൊ RCMലുള്ള ആളുകളും യാദർശികമായിട്ട്, അതായത് ജീവിതത്തിൽ ഈ ഒരു മേഖലയിൽ വരില്ല, അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ ഇത്ര സീരിയസ് ആയിട്ട് മനസ്സിലാക്കാത്ത എന്നെ പോലെയുള്ള ആളുകൾ തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവരും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഞാനും യാദർശികമായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അപ്പൊ ഒരു ചെറിയൊരു കുട്ടി, ഒരു 10 വയസ്സുകാരൻ കടല് കാണുന്ന, അല്ലെങ്കിൽ ഒരു 5 വയസ്സുകാരൻ കടൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആകാംക്ഷ തന്നെയാണ് ശരിക്ക് RCMന്റെ പ്രോഗ്രാമിന്, മൂർത്തി സാറിന്റെ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്ത സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായ ഒരു ഫീലിംഗ്. ഇതെന്താണെന്നുള്ളൊരു പിടുത്തം കിട്ടില്ലല്ലോ. നമ്മൾ ചെറിയ തോടുകള്, കൈവരി തോടുകള്, പുഴകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വലിയൊരു സാഗരം അല്ലെങ്കിൽ വലിയൊരു സമുദ്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താളിപ്പായിരിക്കും. ഇതെന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടൂല, അല്ലെ? കാണുമ്പോൾ വളരെ ശാന്തമായിരിക്കും. ചിലപ്പോൾ നല്ല തിരമാലകൾ ചെറുതായിട്ട് ഇങ്ങനെ അലയടിക്കുന്നുണ്ടാവും. ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു RCMൽ ഞാൻ വരുന്ന സമയത്ത്. എനിക്കൊന്നും വ്യക്തമായില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലിപ്പോ ചെറുപ്പക്കാർ കുറച്ച് ആൾക്കാർ ഉണ്ടാകുന്ന വിചാരിക്കുന്നു, പുതിയ തലമുറ ഇതിലുണ്ടാകുന്ന വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? ഒരു 10ാം ക്ലാസ് +2 വരെയൊക്കെ ഒന്ന് പഠിക്കുക, ഇനി താല്പര്യമുണ്ടെങ്കിൽ ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് വേണ്ട എന്തെങ്കിലും കോഴ്സുകൾ, ക്രാഷ് കോഴ്സുകൾ എടുത്തതിന് ശേഷം ജോലിക്ക് പ്രവേശിക്കുക, 1-2 വർഷം ജോലി ചെയ്യുക, ട്രെയിനി ആയിട്ട് ജോലി ചെയ്യുക. ആ സമയത്ത് സാലറി എന്താന്നുള്ളത് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആലോചിക്കണം, ഇതിൽ പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും ആലോചിക്കണം. നമ്മുടെ മക്കള് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പോകുന്ന ഘട്ടങ്ങൾ ഞാൻ സൂചിപ്പിച്ചു പോവാണ്. ഞാനും ഇതേ വഴിയിലൂടെ കടന്നുപോയ ആളാണ്. 1-2 വർഷം ട്രെയിനി ആയിട്ട് പോകും. ആ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് സാലറി എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഒരു ജോലി കിട്ടുക എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ്. ഞാൻ 2008 എഞ്ചിനീയറിങ്ങിന് ജോയിനിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളെയും പോലെയും എന്റെയും ഉള്ളിലൊരു ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. 4 വർഷം എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 30,000-40,000 രൂപ വരുമാനം വരുന്ന, സൊസൈറ്റിയിൽ ആളുകളുടെ ഇടയിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്നൊരു വാല്യൂ കിട്ടുന്ന ഒരു നല്ല ജോലി കിട്ടും എന്നുള്ള ഒരു സ്വപ്നവും ഒരു വിശ്വാസവും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാവരെയും പോലെ. പക്ഷെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, നമ്മൾ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത്, ആ കോളേജിൽ നിന്നൊക്കെ പഠിച്ച് ഇറങ്ങുന്ന സമയത്താണ് ഒരു യാഥാർത്ഥ്യം, റിയാലിറ്റി, നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്, കാണുന്നത്. നമ്മൾ ചിന്തിച്ചതല്ല സത്യമെന്നും നമ്മൾ കേട്ടതല്ല സത്യമെന്നും, പഠിച്ചാൽ ജോലി കിട്ടും, നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, നല്ല ജീവിതം നമുക്ക് ഉയർത്താൻ പറ്റുന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമല്ല, അത് പലരുടെയും ഒരു സ്വപ്നമാണ്, പലരുടെയും ചിന്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ജോലിയിലേക്ക് കടക്കുമ്പോഴാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,500-4,000 രൂപ.
പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 10-30,000 40,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു വലിയ എന്താ ആളുകളുടെ ഇടയിൽ വലിയ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന വലിയൊരു സംഭവമായിട്ട് നമ്മൾ കാണിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് കിട്ടാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയി. പക്ഷെ ഞാൻ RCM ഏറ്റെടുക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും, RCMനെ ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് എന്റെ വരുമാനം 40,000 രൂപയുടെ അടുത്തായിരുന്നു ഒരു മാസം. RCMൽ നിന്നല്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന്. ആ ഒരു മേഖലയെ പൂർണ്ണമായും മാറ്റിവെച്ചിട്ടാണ് 40,000 രൂപ വരുമാനം വരുന്ന ഞാൻ ഒറ്റയടിക്ക് സീറോ എന്ന് പറയാൻ പറ്റില്ല. അന്ന് എനിക്ക് RCMൽ ജോയിൻ ചെയ്ത സമയത്ത് കിട്ടിയിരുന്ന വരുമാനം വെറും ഒരു 57 രൂപ, ആ ഒരു റേഞ്ചിലാണ്. 100 രൂപ 57 രൂപ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ RCM ഏറ്റെടുത്തു. ഇന്ന് നേരത്തെ അർജുൻ സാറ്, നമ്മുടെ കേരളത്തിലെ ഡോക്ടർ രാജൻ സാറിന്റെ മകൻ ചാറമറാൾ, അദ്ദേഹം, അതായത് യുവാക്കളുടെ, ശരിക്കു പറഞ്ഞാൽ യുവാക്കളെ ത്രസിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലീഡർ. അപ്പൊ അദ്ദേഹം എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. അപ്പൊ ആ ഒരു മേഖലയെ ഒഴിവാക്കി RCM ഏറ്റെടുത്തു. എന്തുകൊണ്ട് ഏറ്റെടുത്തു? പലപ്പോഴും പല ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിനക്ക് ഭ്രാന്താണെന്നുള്ള പല ആളുകളും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ RCM സീരിയസ് ആയിട്ട് എടുത്ത എല്ലാ ആളുകളും കേട്ടൊരു വാക്കും കൂടിയായിരിക്കും, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ലേ? നിങ്ങൾ എന്തിനാണ് ഇതിന് പുറകെ പോകുന്നത് എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് നിരന്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊറ്റ കാരണമേ ഉള്ളൂ, എന്താണ് RCM എന്നും എന്താണ് ഇതിന്റെ അവസരം എന്നും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്നത് എന്നും ഈ കമ്പനി ഒരു 500 വർഷത്തേക്കുള്ള ഇതിന്റെ വിഷൻ തയ്യാറാക്കി വെച്ചത് എന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു PPT പ്രസന്റേഷനിലൂടെയാണ് ഞാൻ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ശരിക്കും നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഇവിടത്തേക്ക് കൊണ്ടുവരിക. പറ്റുമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, മക്കള് ഇനി നെക്സ്റ്റ് ജോലിയിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്കൊന്ന് പങ്കെടുപ്പിക്കാം. കുറച്ച് കാര്യങ്ങൾ അവരെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ, അല്ലെങ്കിൽ എന്റെ മക്കള് ഒരു ജോലിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏത് അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നും എന്തിലേക്കാണ് നമ്മൾ നമ്മുടെ മക്കളെ തള്ളി വിടുന്നത് എന്നും ചിന്തിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സെഷനാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാറ് സ്ക്രീൻ ഷെയറിംഗ് ചെയ്യാൻ പറ്റില്ല അല്ലെ? എഞ്ചിനീയർ മാത്രമായിരുന്നു, ഒരു ബിടെക് കഴിഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് ജോലി, സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തി. ഒരു വേദിയിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ആളുകളെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ട്രെയിനിങ് എടുക്കാനോ ക്ലാസ് എടുക്കാനോ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനോ ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാനോ ഒന്നും എനിക്ക് എക്സ്പീരിയൻസ്ഡ് അല്ല, ഒരു കഴിവും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടീമിന്റെ ലീഡറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 3-4 പേരെ മാനേജ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ ലീഡ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും നാട്ടുകാരെ കണ്ടാൽ പോലും ചിരിക്കാൻ മടിയുള്ള ഒരു ഇൻട്രോവേർട്ട് പോലെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ അല്ല, മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോ ഈ ഒരു സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആയിരുന്നു ഞാൻ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇപ്പോ ഞാനൊരു ന്യൂട്രീഷൻ കൗൺസിലർ ആണ്. RCMൽ വന്നതിന് ശേഷം ഒരു ന്യൂട്രീഷൻ കൗൺസിലർ, നാഷണൽ സ്കില്ല് ഡെവലപ്മെന്റിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൗൺസിലർ ആണ്. ഒരു പ്രൊഫഷണൽ ട്രെയിനറും കൂടിയാണ്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ് ഞാൻ. മൈൻഡ് പവർ കോച്ചാണ്. RCMന്റെ ഒരു ടീം ലീഡറാണ്, ടെക്നിക്കൽ അച്ചീവർ ആണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ കൗൺസിലർ ജനങ്ങൾക്ക് ആരോഗ്യം പറഞ്ഞു കൊടുക്കാനും അവരെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് അവർക്ക് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ലൈഫിലേക്ക് കൈപിടിച്ചുയർത്തി, ആരോഗ്യ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുവരാനും പറ്റുന്ന രീതിയിലേക്ക് എന്നെ മാറ്റിയെടുക്കാൻ ഈ RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നേരത്തെ അർജുൻ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റാരുടെയോ ആജ്ഞകൾ കേട്ടുകൊണ്ട് മറ്റാരുടെയോ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവര് പറയുന്ന ജോലി, അവര് പറയുന്ന കാര്യങ്ങൾ അവര് പറയുന്ന സമയത്ത് നമുക്ക് ചെയ്തു തീർക്കണം. അതാണ് ജോലി എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറ് അവിടെ ആവശ്യമില്ല, നമ്മളെ തലച്ചോറിനെ ഉപകാരപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ കഴിവുകൾ, സ്കില്ലുകളെ ആ ഒരു കമ്പനിക്ക് ആവശ്യമായ രീതിയിൽ മാത്രം ഒരു ചട്ടക്കൂടിൽ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ അവർ ചിന്തിക്കാൻ വിടില്ല. അവരെന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്തു തീർക്കണം. അതാണ്
ജോലി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാണ്. അതായത് 2023 നമ്മുടെ ഇന്ത്യയില് ശരാശരി ആളുകൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ് എന്ന് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല പൊസിഷനിലുള്ള ആളുകളുടെ വരുമാനം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു 1 ഇയർ, ഒരു വർഷത്തേക്ക് കിട്ടുന്ന വരുമാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു 12,000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു വർഷം 1,50,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഏകദേശം ഒരു 12,000 രൂപ 13,000 രൂപയാണ് ആ വ്യക്തിക്ക് പ്രോഗ്രാം മാനേജർക്ക് വരുന്ന വരുമാനം. ഹെൽത്ത് കെയർ കൺസൾട്ടന്റ്, പ്രൊജക്ട് മാനേജർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വരുമാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ നടക്കുന്ന സെർച്ച് ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾ ചെയ്യാൻ പോകുന്ന ജോലി എന്താണ്, ആ ജോലി ഇന്ന് ഇന്ത്യയിൽ എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ലഭിക്കാൻ പോവുക, ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എത്ര സമ്പാദിക്കാൻ അവർക്ക് പറ്റും, അവരെ ചെലവ് എത്രയായിരിക്കും, അവരെ വരവ് എത്രയായിരിക്കും, അവരെ ലൈഫ് ഏതൊരു അവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ഇടക്കിടക്കൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി രക്ഷിതാക്കൾ തന്നെ സെർച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ പോലെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഏത് മേഖലയിലാണോ പോകുന്നത് അതിനെ കുറിച്ച് സെർച്ച് ചെയ്യുക. അപ്പൊ ഈ ഒരു സ്ലൈഡ് നോക്കിക്കോ. ഫസ്റ്റ് നമുക്ക് മുകളിൽ കാണാൻ പറ്റും 12 വർഷം നമ്മൾ +2 വരെ പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 12 വർഷം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളാണ് അത്യാവശ്യം ഒരു ഓഫീസ് ഡ്യൂട്ടി അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു വേർപ്പൊഴുക്കാത്ത ഒരു ജോലിയൊക്കെ കിട്ടുക. പക്ഷെ നമ്മൾ അവിടെ ഒരു 8 മുതൽ 12 മണിക്കൂർ പണിയെടുക്കണം. എന്ത് പണിയെടുക്കേണ്ടത്? അവരെന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യണം. ഡെയിലി ഒരു 250 രൂപ മുതലൊക്കെയാണ് വരുമാനം കിട്ടുക. 250 സ്റ്റാർട്ടിങ്ങിൽ 250 ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കിട്ടൽ റെയർ ആണ്. എങ്കിലും 250 രൂപ മുതൽ നമുക്ക് കൂട്ടാം. മന്ത്ലി ഒരു 7,500 രൂപ മുതൽ 40,000 രൂപയൊക്കെ നല്ല ഹൈ ക്വാളിഫൈഡ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 40,000 രൂപ വരെയൊക്കെ മന്ത്ലി വരുമാനം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹൈ ക്വാളിഫൈഡ് ആൻഡ് സ്കില്ലഡ് ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വരുമാനം കിട്ടുന്നുള്ളൂ. ഇനി തൊട്ട് താഴെയുള്ള ഭാഗം നിങ്ങളൊന്ന് നോക്കിയേ. അവിടെ എന്താ തൂമ്പയൊക്കെ എടുത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ കാണാറില്ലേ ഒരുപാട് കൈത്തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൂലി പണി ഡെയിലി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഡെയിലി കൂലിക്കൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ. അവർക്ക് പ്രത്യേക എഡ്യൂക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് ആ ജോലിയുടെ സ്കില്ല് മാത്രം മതി, ആ ചെയ്യാനുള്ള ജോലിയുടെ സ്കില്ല് മാത്രം മതി. ഇതേപോലെ തന്നെ സെയിം ഒരു 8-9 മണിക്കൂറൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യേണ്ടി വരിക. അവർക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന പണിക്കാർക്ക്, ജോലിക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന വരുമാനം എത്രയാണ്? 500 രൂപ മുതൽ 1000 രൂപ വരെ അല്ലെങ്കിൽ ഒരു 1,500 രൂപയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. പെർ മന്ത് അവര് അധികം എഡ്യൂക്കേഷൻ ഇല്ല, കൂടുതൽ വർഷം പഠിച്ചിട്ടില്ല, പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഇല്ല, ഹൈ ക്വാളിഫൈഡ് അല്ല, ഹൈ സ്കില്ലഡ് അല്ല, അവരുടെ തൊഴിലിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്കില്ല് മാത്രമേ അവർക്കുള്ളൂ. എന്നാലും അവർക്ക് ഒരു മാസം 15,000 രൂപ മുതൽ 30,000 രൂപയ്ക്ക് മുകളിലൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായി കോളേജിലൊക്കെ പറഞ്ഞു വിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കൊടുത്ത് നിങ്ങൾ നല്ല ജോലി കിട്ടാൻ നന്നായി പഠിക്കണം, നന്നായി പഠിച്ചാൽ നല്ല ജോലി കിട്ടും, നല്ല വരുമാനം കിട്ടും, നന്നായി ജീവിക്കാമെന്ന് നമ്മൾ പറ്റിച്ചു വിടുമ്പോൾ, പറഞ്ഞു വിടുമ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? പക്ഷെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നോക്കൂ, ഒരു കഴിവില്ലാത്ത, ഒരു സ്കില്ലഡ് അല്ലാത്ത, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കുറവാണ് യഥാർത്ഥത്തിൽ പഠിച്ച ആളുകൾക്ക് കിട്ടുന്നത്. അത് പുറമെ അറിയുന്നില്ല. ഇതൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ നമ്മൾ. കാരണം RCM നമ്മൾ വരുന്ന സമയത്ത് പല ആളുകളും ഇതിന്റെ വരുമാനം ഒക്കെ കേൾക്കുന്ന സമയത്ത് ഓക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു 10,000 രൂപയൊക്കെ RCM വരുന്ന സമയത്ത് പോലും പല ആളുകളും ഹാപ്പി അല്ല. പക്ഷെ നമ്മൾ നോക്കിക്കോ, ഒരു 10,000 രൂപ വരുമാനം കിട്ടണമെങ്കിൽ ശരിക്ക് പുറമെ RCM അല്ലാതെ മറ്റ് ജോലികൾ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞത് ഒരു 12 മണിക്കൂർ നമ്മൾ തുടർച്ചയായി പ്രവർത്തിക്കണം. ആ തുടർച്ചയായി എന്ന് പറയുന്ന വാക്കിന് പ്രാധാന്യമുണ്ട്. ഒരു 10,000 രൂപ ലഭിക്കണമെങ്കിൽ 9:30 മണിക്കാണ് നമ്മൾ ഡ്യൂട്ടിക്ക് കയറുന്നതെങ്കിൽ ആ 9:30 മണി മുതൽ 7 മണി വരെ ആണെങ്കിൽ 7 മണി വരെ തുടർച്ചയായ പ്രവർത്തനം. ആ സമയം 100% നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് RCM എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് തരുന്ന അവസരം എന്താ? ഇന്ന് ഞാനൊരു ടെക്നിക്കൽ അച്ചീവറാണ്, പേൾ അച്ചീവറാണ്. ടെക്നിക്കൽ അച്ചീവറിന്റെ വരുമാനം എല്ലാവർക്കും പ്ലാൻ ബുക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടും.
50,000 രൂപ മിനിമം വരുമാനം കിട്ടും. മന്ത്ലി ബോണസും ഇയർലി ബോണസും കൂടുന്ന സമയത്ത് ഒരു 70,000 80,000 രൂപയുടെ അടുത്ത് വരുമാനം എന്തായാലും കിട്ടും, ഒരു സംശയവുമില്ല. അപ്പൊ ലക്ഷങ്ങൾ. ഇനി നമുക്ക് അറിയാം, നമ്മുടെ ലീഡർ സുരേന്ദ്രവർ സാറ്, ഡയമണ്ട് സുരേന്ദ്രവർ സാറ് 25 മുതൽ 50 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നു. രവി ഒ പി ശർമ്മ കോടികൾ വരുമാനം വാങ്ങിക്കുന്നു. സെയിം ഇതേ RCMലൂടെയാണ്. അപ്പൊ എന്തുകൊണ്ട് ലക്ഷങ്ങൾ വരുമാനം നൽകുമെന്ന് ഉറപ്പുള്ള മേഖലയാണ് RCM. ഉറപ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഉറപ്പ് പറയുന്നത്? നമ്മളെക്കാൾ മുന്നേ വന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോലെ വന്ന പല ആളുകളും, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ പോലും ഇന്ന് കോടികൾ RCMലൂടെ സമ്പാദിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഉറപ്പ് പറഞ്ഞുകൂടാ? അപ്പൊ അത്രയും ലക്ഷങ്ങൾ വരുമാനം നൽകുമെന്ന് ഉറപ്പുള്ള ഒരു മേഖലയിൽ 12 മണിക്കൂറെങ്കിലും നമുക്ക് പ്രവർത്തിച്ചൂടെ? പക്ഷെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞുതരാം. തുടർച്ചയായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ പോലും ഒരു ദിവസം തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്ന ആരുമില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടും ആളുകൾ ലക്ഷങ്ങളും കോടികളും ഈ ബിസിനസ്സിലൂടെ വരുമാനം നേടുന്നു എന്നുള്ളതാണ്. അപ്പൊ 10,000 രൂപയുടെ ജോലിക്ക് നമ്മൾ അത്രയും കഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷങ്ങൾക്ക് വേണ്ടി ഒന്ന് കഷ്ടപ്പെടാൻ പറ്റും. അതിന് തയ്യാറായിട്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വരേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പേരാണ് സുരേന്ദ്രവട്സ്. 2001 അദ്ദേഹം ജസ്റ്റ് ഒരു ബിഗിനറായി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വരുമാനം ഒരു 1000 രൂപ. പ്ലാൻ സെയിം ആണ്. RCMന്റെ പ്ലാൻ അന്നും ഇന്നൊക്കെ സെയിം തന്നെയാണ്. ഒരുപാട് പുതിയ അവസരങ്ങൾ കൂടുതൽ വന്നു എന്നല്ലാതെ ഒന്നും കുറവ് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പഴയ ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. RCMലെ 21 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്, ബിഗിനർ മുതൽ സ്റ്റാർ ഡയമണ്ട് വരെ. 15 വർഷം. 2001 അദ്ദേഹം ഒരു ബിഗിനറായി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫോട്ടോയും 2015 അദ്ദേഹം ഒരു ഡയമണ്ട് ആയിട്ട് വന്ന സമയത്തുള്ള ഫോട്ടോയും ഞാൻ കാണിച്ചിട്ടുള്ളത്. 15 വർഷം, വെറും 15 വർഷം. 21 സ്റ്റെപ്പുകൾ ചാടിക്കയറി മിനിമം 25 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്ന അവസ്ഥയിലേക്ക് RCMലൂടെ അദ്ദേഹത്തിന് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടില് രക്ഷിതാക്കളുണ്ട്, 10-40 വർഷമായിട്ട് ജോലി ചെയ്യാണ്, അവരന്നും കഷ്ടപ്പെടുകയാണ്, ഇന്നും കഷ്ടപ്പെടുകയാണ്. നമ്മുടെ അയൽവക്കത്ത് നമ്മളെപ്പോലെ പഠിച്ച് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, അവരെന്നും ഒരേ കഷ്ടപ്പാടിലാണ്. അവരെ വരുമാനത്തിൽ കൂടുതൽ ഇൻക്രിമെന്റ്സ് വരുന്നില്ല. കഷ്ടപ്പാടിന് കൂടുതൽ, എപ്പോഴും കഷ്ടപ്പാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വരുമാനം പ്രത്യേകിച്ചിട്ടൊരു ഇൻക്രിമെന്റ് ഒന്നും കാണുന്നില്ല. ലൈഫിൽ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ കാണാറില്ല. അവർ 10 കൊല്ലം ജോലി ചെയ്താലും 20 കൊല്ലം ജോലി ചെയ്താലും 50 കൊല്ലം ജോലി ചെയ്താലും എപ്പോഴും ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. വർക്ക് കൂടുന്നു എന്നല്ലാതെ വരുമാനത്തിൽ കാര്യമായ ഇൻക്രിമെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇതിനടുത്തൊരു കോമഡി ഒരു വീഡിയോ ഇതിൽ കാണാൻ പറ്റി ഇൻസ്റ്റാഗ്രാമില്. എന്തിനാ ജോലി ചെയ്യുന്നൊരു കോമഡി വീഡിയോ ആണ്. അതിൽ ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവര് പറയാണ്, ജോലി ചെയ്തിട്ട് ഞാൻ 3 ലക്ഷം കടക്കാരനായി, 10 ലക്ഷം കടക്കാരനായി, ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനെ ഇനി മുതൽ ഞങ്ങൾ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ സിനിമക്ക് പോകുന്ന ഒരു കോമഡി വീഡിയോ ആണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ യാഥാർത്ഥ്യമാണ്. ഈ ഒരു സ്ലൈഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി നമുക്ക് ഇതിന്റെ അവസരം മനസ്സിലാക്കാൻ. ഒരു 15 വർഷം കൃത്യമായ പ്ലാനിങ്ങിലൂടെ കമ്പനി പറയുന്ന സിസ്റ്റം പ്രകാരം ആത്മാർത്ഥമായി തുടർച്ചയായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ വേഗത ഒന്ന് കൂട്ടണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്ന് കൂട്ടണം, നമ്മളിത് ഏറ്റെടുക്കണം. ഞാൻ പുതിയ ആളുകളോടാണ് പറയുന്നത്, നമ്മളിത് ഏറ്റെടുക്കണം. കാരണം 10 അല്ല, നിങ്ങൾ 100 വർഷം പണിയെടുത്താലും 15,000 രൂപ ശമ്പളം തരുന്ന ഒരു ജോലിയിൽ നിന്ന് നമുക്കൊരു 20,000-ഓ 25,000-ലോ എത്താൻ പറ്റും എന്നല്ലാതെ 1 ലക്ഷം രൂപയിലേക്ക് പോലും ഒരു മാസം എത്തിപ്പെടാൻ സാധിക്കില്ല, ഒരു സംശയം വേണ്ട. അപ്പൊ ഇന്ന് അദ്ദേഹം ഡയമണ്ട് സുരേന്ദ്രവർ സാറാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്താണ്. ഈ ഒരു ഫോട്ടോയിൽ ശരിക്കും ഞാനും ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്രൗഡിനകത്ത് ഞാനും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ എന്നെ ഇന്ന് അറിയുന്ന ഒരാൾക്ക് പോലും അന്ന് എന്നെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല, അന്ന് എന്നെ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല. പല ആളുകളും നമ്മളിപ്പോ ഇന്ന് RCM കേരളത്തില് RCMന്റെ വേദികളിൽ തിളങ്ങി നിൽക്കുന്ന ലീഡേഴ്സിനെ പല ആളുകളെയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല ഒരു ഗോൾ സെറ്റ് ചെയ്ത്, നല്ല ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്ത്, ഒരു
ആവേശത്തോടു കൂടി RCMനെ ഏറ്റെടുത്ത സമയത്ത്, നല്ലൊരു പ്രൊഫഷൻ ഒഴിവാക്കിക്കൊണ്ട് RCMനെ ഏറ്റെടുത്ത സമയത്ത് എന്നെ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് പലർക്കും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും. ഇതെന്റെ ലൈഫാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് എന്തെങ്കിലും ഒരു കെട്ടുകഥകളൊന്നുമല്ല. RCMനെ 2017 ഓഗസ്റ്റിലാണ് ഞാൻ RCMലേക്ക് വരുന്നത്, ജസ്റ്റ് ഒരു മെമ്പറായിട്ട്. ഇന്ന് 2023 കഴിഞ്ഞു, 2024 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ടെക്നിക്കൽ അച്ചീവറാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് പാസീവ് ഇൻകം. അപ്പോ നമ്മൾ ഇന്ന് വേദിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജിലേക്ക് വരാനുള്ള ദൂരം വളരെ ചെറുതാണ്. പക്ഷെ അവിടെ എന്ത് വേണം? നമുക്ക് നല്ലൊരു ഗോളും നല്ലൊരു വിഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. RCMന്റെ 21 സ്റ്റെപ്പുകളിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 12ാമത്തെ സ്റ്റെപ്പിലാണ്. ഞാനും ഒരു ബിഗിനറായിട്ടാണ്, ജസ്റ്റ് ഒരു മെമ്പർ ആയിട്ടാണ് RCMൽ വന്നത്. ബിഗിനറായി, സ്റ്റാർട്ടറായി, ഓപ്പണറായി, ഈഗിളായി, റണ്ണറായി, വിന്നറായി, സ്റ്റാറായി, അങ്ങനെ കയറി ചാടി ഞാനിപ്പോ ഇതിലേക്ക് എത്തി, പേളായി. 12ാമത്തെ സ്റ്റെപ്പിലാണ്. ഇനി എനിക്ക് ചാടി കയറാനുള്ളത് 9 സ്റ്റെപ്പാണ്. കഴിഞ്ഞ 12 സ്റ്റെപ്പുകൾ കയറാൻ എനിക്ക് സാധിച്ചെങ്കിൽ ഇനി വരുന്ന 9 സ്റ്റെപ്പും എനിക്ക് കയറാൻ വേണ്ടി സാധിക്കും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്, ആ വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഒരു സ്റ്റെപ്പ് കയറാൻ നമുക്ക് സാധിച്ചെങ്കിൽ ഒരു സംശയവും വേണ്ട, 2ാമത്തെ സ്റ്റെപ്പും കയറാൻ സാധിക്കും. ഒരു സ്റ്റെപ്പ് പോലും കൃത്യമായി കയറാത്ത ആളുകളാണ് മടിച്ചു നിൽക്കുന്നത്. അപ്പം ഇവിടെ ഇത് നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മൾ RCMൽ വന്നിട്ട് എന്ത് ചെയ്തു, എന്തായിരുന്നു, ഇപ്പൊ എവിടെ നിൽക്കുന്നു, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി 9 സ്റ്റെപ്പിലേക്കാണ് എനിക്ക് പോകാനുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, RCMൽ ഇതുവരെ ജോയിനിങ് ചെയ്തിട്ട് കൃത്യമായി പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാതിരുന്ന ആളുകളാണ് ഈ ഒരു പ്രോഗ്രാമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ RCMൽ വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, മൂർത്തി സാറിന് RCM കിട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു സഫയർ ഒക്കെ ആയിട്ടുണ്ടാവില്ലേ, അല്ലെ? പക്ഷെ അന്ന് എന്നോട് എന്റെ ലീഡർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൂർത്തി സാർ RCMൽ വരുന്ന സമയത്ത് 10-30 പ്രൊഡക്റ്റേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ ഉൽപ്പന്നം കിട്ടാനില്ല, PUCകളില്ല, ഡിപ്പോകളില്ല. ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഒന്നുകിൽ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ രാജസ്ഥാനിൽ പോകണം. ആ സമയത്ത് നീ RCMൽ ജോയിൻ ചെയ്യുമായിരുന്നോ കിട്ടിയാൽ? ഇല്ല, നമ്മൾ ചെയ്യില്ല. പക്ഷെ നമ്മുടെ മുതിർന്ന ആളുകൾ, നമ്മളെക്കാൾ മുന്നേ വന്ന ലീഡേഴ്സ് ഇതിന്റെ അവസരം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് അവരെ ഏറ്റെടുത്തു. നമ്മളായിരുന്നു RCMൽ ആദ്യത്തെ ഒരു മെമ്പർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളായിരുന്നു RCMൽ ആദ്യത്തെ വ്യക്തിയെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന സ്പീഡിലായിരിക്കുമോ നമ്മൾ RCM ചെയ്യാം? നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും? ഞാൻ ഇന്ന് RCMൽ ജോയിൻ ചെയ്യാണ്, എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് RCMൽ ജോയിൻ ചെയ്യാണ്, RCM കേരളത്തിൽ ഇല്ല. നിങ്ങൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കുമോ നമ്മൾ പ്രവർത്തിക്കുക? ഉറങ്ങുവോ ശരിക്കും? നമ്മള് ഭക്ഷണം കഴിക്കുവോ? എന്തായിരിക്കും നമ്മുടെ അന്നേരത്തെ മാനസികാവസ്ഥ? കേരളത്തിൽ എങ്ങോട്ട് കല്ലെറിഞ്ഞാലും നമുക്കുള്ളതാ. ഇപ്പോഴും അതേ അവസരം നമ്മുടെ മുമ്പിലില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരാൾ നമ്മുടെ ജോലി ചെയ്യാൻ നമ്മൾ കാത്തിരിക്കും. നമ്മളൊരു 10,000 രൂപയുടെ ജോലിക്കാണ് പോകുന്നതെങ്കിൽ എന്റെ ജോലി അതേ കമ്പനിയിലെ മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കും. പലരും കാത്തിരിക്കുകയാണ്, അപ്ലൈൻ വരട്ടെ, അല്ലെങ്കിൽ നല്ല ശക്തനായ ഡൗൺലൈൻ വരട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും നമ്മുടെ പണ്ടൊക്കെ സ്വപ്നം കാണാറുണ്ട് അല്ലെ, ഏതെങ്കിലും രാജകുമാരൻ വന്ന് നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകും, വലിയൊരു കോടീശ്വരന്മാർ വന്ന് നമ്മളെ വലിയ കോടീശ്വരനാക്കി മാറ്റും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. വലിയ നോട്ടുകെട്ടുകൾ വീണ് കിട്ടുമായിരുന്നെങ്കിൽ പലരും ചിന്തിക്കാറുള്ള കാര്യം അത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ? അപ്പൊ നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് അടുത്തൊരു 5 വർഷം, ഇന്ന് നമ്മൾ RCM ഏറ്റെടുത്തില്ല എന്ന് വിചാരിക്കുക, ഒരു സാധാരണ ജോലിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു 5 വർഷം നമ്മൾ ആ ജോലിയിൽ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഒരു 2 ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്ന് പറയാൻ പറ്റുന്ന ഏത് ജോലിയാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹൈ സ്കിൽഡ് പ്രൊഫഷൻ ഏറ്റെടുത്ത ആളുകൾക്ക് പോലും അത് ഒരു നിശ്ചിത ശതമാനം ആളുകൾക്കേ കിട്ടുന്നുള്ളൂ അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഒരു ജോലി. നമ്മളിൽ എത്ര പേർക്ക് കിട്ടും? ഒരു 5 വർഷം
നമ്മുടെ 24 hour ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ പോലും ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ജോലി എന്തായാലും ഇല്ല. നമ്മുടെ മുമ്പിൽ RCM അല്ലാതെ വേറെ ഏതെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരണം, ഞാൻ തയ്യാറാണ്. പക്ഷെ എന്റെ മുമ്പിൽ ഇന്ന് വരെ ഞാൻ നോക്കിയിട്ട് ഒരു മേഖലയിലും, പ്രത്യേകിച്ച് ഒരു പാസീവ് ഇൻകം, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന 70,000 രൂപ എന്ന് പറയുന്നത് ഞാനൊരു ബിഗിനർ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാർട്ടർ ആയിരുന്നപ്പോൾ ചെയ്ത ജോലിയുടെ അത്ര പോലും ബുദ്ധിമുട്ടില്ലാതെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ ഒരു കംഫോർട്ട് സോൺ അല്ലെങ്കിൽ സേഫ് സോൺ ഒക്കെ ഉണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, നമ്മുടെ ജനിച്ചു വളർന്ന അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കിട്ടുന്ന ചിന്തകൾ, നമ്മുടെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു 10,000 രൂപ കിട്ടുന്നുണ്ടാവും, അതിനനുസരിച്ച് നമ്മുടെ ചെലവുകൾ ചുരുക്കും, അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകും, പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മളൊന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, ദ മൈൻഡ് ഈസ് എവറിത്തിങ്, നമ്മുടെ മനസ്സാണ് എല്ലാം. ഞാനിന്ന് ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് 100% പറയാൻ പറ്റും എന്റെ മനസ്സിന്റെ ഒരു പവറും ഉണ്ടാകും. ഇന്ന് മറ്റു പലരും റൂബിയും സ്റ്റാർ റൂബിയും ഡയമണ്ടും ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ പവറും ഉണ്ടാകും. ഒരു വ്യക്തി ഒരു ബിഗിനർ ആയിട്ടുണ്ടെങ്കിൽ പോലും അത് അയാളുടെ മനസ്സിന്റെ പവറും ഉണ്ടാകും. അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാം, നെഗറ്റീവായിട്ട് കൊടുക്കാം. അപ്പൊ വാട്ട് യു തിങ്ക് യു ബിക്കം, ഇത് നിങ്ങൾ പല തവണ കേട്ട കാര്യമായിരിക്കും. വലിയ വലിയ വിജയിച്ച ആളുകൾ പറഞ്ഞ കാര്യമാണ്, വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായിത്തീരും. ഒരു കാര്യം നടക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് നടക്കും. ഒരു കാര്യം നടക്കില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. രണ്ടും സത്യമാണ്. തിങ്കിങ് ഈസ് ഡിഫിക്കൽട്ട്, ദാറ്റ്സ് വൈ മോസ്റ്റ് പീപ്പിൾ ജഡ്ജ്. നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആളുകൾക്ക് RCM എന്ന് പറയുന്ന ഇത്ര മനോഹരമായ ഒരു അവസരം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് 99% ആളുകളും ജഡ്ജ് ചെയ്യാം. അവർ ചിന്തിക്കില്ല. നമ്മൾ എന്താ പറയുന്നത് അവർ ചിന്തിക്കില്ല, അവർ ജഡ്ജ് ചെയ്യും, അതിനെ വിലയിരുത്താൻ നോക്കുക ചെയ്യാം. എന്നിട്ട് അവരെ 2 ഉപദേശം ഇങ്ങോട്ട് തരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അവർ ചിന്തിക്കില്ല. പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കേൾക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മളെപ്പോഴും മറ്റൊരാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്ന സമയത്ത് തുറന്ന മനസ്സോടുകൂടി കേൾക്കാൻ തയ്യാറാവുക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കുക, ക്ലിയർ ചെയ്യുക. ഒരു മുൻവിധി ഇല്ലാതെ കാര്യങ്ങൾ കേൾക്കുക, മുൻവിധി ഇല്ലാതെ മനസ്സിലാക്കുക. തുറന്ന പുസ്തകമായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ആളുകളും ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പല മേഖലയിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ തുറന്നു വെച്ചിട്ടുള്ളത്. സെറ്റിംഗ് എ ഗോൾ ആൻഡ് ടേക്കിംഗ് ആക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ബിറ്റ്വീൻ വിഷൻ ആൻഡ് സക്സസ്. സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയമണ്ട് ആവുക എന്ന് പറയുന്നത് ഞാൻ RCMൽ ബിഗിനർ ആയ മുതലുള്ള എന്റെ സ്വപ്നമാണ്. ഞാൻ അന്ന് മുതലേ എടുത്തു പറയുന്നത്, പലർക്കും സ്വപ്നം കാണാൻ പോലും മടിയാണ്. വലിയ സ്വപ്നങ്ങൾ കാണാൻ ആളുകൾക്ക് പേടിയാണ്. കാരണം എന്താ, വലിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി പണിയെടുക്കട്ടെ, കഷ്ടപ്പെടണ്ടേ, അല്ലെ? അപ്പൊ സ്വപ്നം കാണാൻ പേടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയമണ്ട് ആവുക എന്നുള്ളത് അന്നും ഇന്നും എന്നും എന്റെ ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം നമുക്കിപ്പോ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത നമ്മുടെ ഒരു ഡ്രീം നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അത് കിട്ടിയതായിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമ്മളത് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു വിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചാടിക്കയറുന്നത്. ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട്, നമ്മുടെ സ്വപ്നങ്ങളെ സ്വന്തമാക്കി എടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭൂതി. പക്ഷെ ഇത് രണ്ടിനും ഇടയ്ക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെയാണ് പലർക്കും പിഴച്ചു പോകുന്നത്. നല്ല വിഷൻ ഉണ്ടാവും, നല്ല ഡ്രീം ഉണ്ടാവും, ഗോള് സെറ്റ് ചെയ്യും. ഒരു 10-20% ആളുകളും ഗോൾ സെറ്റ് ചെയ്യും. പലരും ഗോൾ സെറ്റ് ചെയ്യാറില്ല. സ്വപ്നം കാണും, കിടന്നുറങ്ങും, സ്വപ്നം കാണും, കിടന്നുറങ്ങും. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളത് ഗോളാക്കി മാറ്റണം,
അതിനുശേഷം ഈ ഗോളിനെ നമ്മൾ ആക്ഷനിലൂടെ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രീമും സ്വപ്നങ്ങളൊക്കെ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ, നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രവർത്തിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ആക്ഷൻ എന്ന് പറയുന്നത്, പ്രവർത്തനം. സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഹോൾ മീറ്റിംഗ്, ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യമില്ല എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, അവിടെ നമ്മൾ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ സെറ്റിംഗ് ഗോൾ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടേണിംഗ് ദ ഇൻവിസിബിൾ ഇൻ ടു ദ വിസിബിൾ. അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കാണാത്ത നമ്മളെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത കാര്യങ്ങളെ കാണാനുള്ള ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഗോൾ എന്ന് പറയുന്നത്. ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രീം നമ്മുടെ മുമ്പിൽ വരും, നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു സ്വപ്നം, ഇപ്പൊ ഒരു കാറാണെങ്കിൽ ആ കാറ് നമ്മുടെ മനസ്സിലേക്ക് വരും ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റെപ്പ് 1, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ നമ്മുടെ 6 ബേസിക് സ്റ്റെപ്പിലെ പറയുന്ന ഒരു സ്റ്റെപ്പാണ് ഐഡന്റിഫൈ യുവർ ഡ്രീംസ്. ഇതുണ്ടെങ്കിലേ ഊർജ്ജമുള്ളൂ. ഇതാണ് നമ്മുടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിന് വേണ്ട മൈൻഡ് എന്ന് പറയുന്നത് ബിഗിനിങ് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. നമ്മുടെ ഡ്രീം എന്തിനാ നമ്മൾ RCM ബേസിക് സ്റ്റെപ്പിൽ ലിസ്റ്റ് യുവർ ഡ്രീം ആൻഡ് പ്രോസ്പെക്ട്. ഓക്കെ, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കുക, നമുക്ക് വേണ്ട എനർജി ഫുൾ കിട്ടുക. അപ്പൊ അത് നമ്മുടെ ബിഗിനിങ് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്, നമ്മുടെ അവസാനത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. പലർക്കും ഇല്ലാത്തതാണ്, ഒഴുക്കിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. മാറ്റണം. ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ശമ്പളത്തെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ജോലി ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫിനെ എനിക്ക് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ അത്തരത്തിലൊരു ജോലി ചെയ്ത് ലൈഫിനെ സക്സസ് ആക്കി എടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു മേഖലയെ പൂർണ്ണമായും ഏറ്റെടുക്കാനും ഇതിൽ എനിക്ക് വിജയങ്ങൾ കൈവരിക്കാനും സാധിച്ചത്. അപ്പോൾ ബിഗിനിങ് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഐഡന്റിഫൈ യുവർ ഡ്രീം. നമ്മളെ സ്വപ്നങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് ഉറങ്ങുന്നത് എന്ന് രാവിലെ തുടങ്ങുന്നതിന് മുമ്പേ തീരുമാനിക്കണം. ഫസ്റ്റ് ഒരു ഫോട്ടോയിൽ കാണാൻ പറ്റും, ഒരു വ്യക്തി ബെഡിൽ നിന്ന് എണീക്കുകയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ, എൻ്റെ കയ്യിലുള്ള RCM എന്ന് പറയുന്ന അവസരം ഒരു 10 പേർക്ക് ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ ഞാൻ 10 പേർക്ക് ഷെയർ ചെയ്യും. ഇത്ര സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഇത്ര അപ്ലൈൻ ലീഡേഴ്സിനെ ഞാൻ വിളിക്കും. എൻ്റെ ടീമിലെ ഇത്ര മെമ്പേഴ്സിനെ ഞാൻ വിളിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കണം. അതാണ് കറക്റ്റ് ടൈം. അപ്പൊ നമ്മൾ തീരുമാനിക്കണം ഇന്ന് രാത്രി ഉറങ്ങുന്നത് ഏത് രീതിയിലായിരിക്കും. അതാണ് എൻഡ് ഇൻ മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ എന്തായിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ മാസം നമ്മുടെ മുമ്പിലുണ്ട്, കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഈ മാസത്തിന്റെ അവസാനത്തെ റിസൾട്ട് എങ്ങനെയായിരിക്കും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അവർ സാലറി തരും, അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഇതൊരു ബിസിനസ് ആണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഈ ഒരു മാസത്തിന്റെ അവസാനം, ഈ മാസം 30-ാം തീയതി എന്തായിരിക്കും എൻ്റെ ബിസിനസ്, എന്തായിരിക്കും എൻ്റെ വരുമാനം, എത്രയായിരിക്കണം എൻ്റെ വരുമാനം, അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി കൃത്യമായ പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സെൽഫ് PV എത്രയായിരിക്കണം, ടീമിന്റെ PV എത്രയായിരിക്കണം, ടീമിൽ എത്ര അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കണം, ഞാൻ ഏത് അച്ചീവ്മെന്റിലാണ് ഈ മാസം എത്തുക, അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തുടക്കത്തിലേ നമ്മളത് എഴുതി വെക്കണം, തുടക്കത്തിലേ തീരുമാനിക്കണം. അല്ലാതെ ഈ മാസം എന്തെങ്കിലും അച്ചീവ്മെന്റ് ആവുമെങ്കിൽ ആവട്ടെ, എന്തെങ്കിലും ബിസിനസ് വോളിയം വരുമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാർ പോലും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പ്ലിറ്റ് യുവർ ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, ഈ ഗോളിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു പരിധിക്കകത്ത് വെച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോളാണ്. ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3-5 വർഷം കൊണ്ടൊക്കെ നേടിയെടുക്കേണ്ട ഗോളാണ്.
ഇപ്പൊ 2030 അല്ലെങ്കിൽ ഒരു 2030 ഡയമണ്ട് ആവണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മാസം എന്ത് അച്ചീവ് ചെയ്യണം, അടുത്ത 3 മാസം കൊണ്ട് എന്ത് അച്ചീവ് ചെയ്യണം, ഈ വർഷം എന്ത് അച്ചീവ് ചെയ്യണം, അടുത്ത 5 വർഷം എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അപ്ലൈൻ്റെ സഹായം തേടാം, അവർ നമ്മളെ സഹായിക്കും. ജസ്റ്റ് ഇന്ന് ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം എന്താവാം നിങ്ങൾ അപ്ലൈൻ പറഞ്ഞു തരും, എങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഗോളിന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരും. അപ്പൊ ഷോർട്ട് ടേമും ലോങ് ടേമും ആക്കിയിട്ട് നമ്മുടെ ഗോളിനെ സ്പ്ലിറ്റ് ചെയ്യുക പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് മൈൽ സ്റ്റോൺ ആണ്. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വണ്ടിയെടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റോഡ് അരികിൽ ഒരുപാട് മൈൽ സ്റ്റോൺ കാണാം. ഇനി എറണാകുളത്തേക്ക് ഇത്ര കിലോമീറ്റർ, അവിടുന്ന് കൊല്ലത്തേക്ക് ഇത്ര കിലോമീറ്റർ, അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഇത്ര കിലോമീറ്റർ, ഓരോ മൈൽ സ്റ്റോൺ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ സക്സസ് ആവണമെങ്കിൽ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ നമ്മൾ വീക്കിലി ഒരാഴ്ച ഇത്ര നമ്മൾ നേടി, ഇനി അടുത്ത ഒരാഴ്ച നമുക്ക് നേടാൻ ഇത്ര ബാക്കിയുണ്ട്, ഞാൻ ഒരാഴ്ച കൊണ്ട് ഇത്രയാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ എനിക്ക് അത് ഇത്ര കിട്ടിയില്ല, അപ്പൊ അടുത്ത ആഴ്ച അത് കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ വർക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഇനി വരുന്ന കാലഘട്ടത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരാവാൻ വേണ്ടി പോകുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഒരു മേഖല. പക്ഷേ ഈ ഒരു മേഖലയിൽ കോടികൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു കോടീശ്വരന്റെ മൈൻഡ് സെറ്റ് നമുക്ക് വേണം, ഒരു കോടീശ്വരന്റെ പ്രവർത്തന രീതികൾ നമുക്ക് വേണം. നമ്മളൊരു കമ്പനി സ്വന്തമായി നടത്തുകയാണെങ്കിൽ, ഒരു ചെറിയ ഷോപ്പ് പോലും സ്വന്തമായിട്ട് നടത്തുകയാണെങ്കിൽ നമ്മൾ എത്ര കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിക്കും? തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരു പ്രൊഫഷൻ ആയിട്ടാണ് ഈ മേഖലയെ നമ്മൾ ഏറ്റെടുക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ഡാറ്റ വേണം, ഓരോരുത്തരുടെ കയ്യിലും. ഞാൻ പലപ്പോഴും തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ പരാതി പറയും, അപ്ലൈ ലീഡേഴ്സിനോട് പരാതി പറയും, നമ്മൾ ആഗ്രഹിച്ച ഒരു വരുമാനം നമുക്ക് വന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയായിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അന്നൊക്കെ എന്നോട് അപ്ലൈ ലീഡേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഓക്കെ റിഷാൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു RCMൽ, ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്തത്, ആ ലിസ്റ്റ് എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയുന്ന സമയത്ത്, റിപ്പോർട്ട് കാണിച്ചു തരാൻ പറയുന്ന സമയത്ത് എൻ്റെ ബുക്കിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതി വെക്കാറില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കണക്കുകളെ വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ ഓരോ ദിവസത്തെ പ്രവർത്തനവും അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എഴുതി വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് RCMൽ മാത്രമല്ല, നമ്മുടെ എൻറ്റയർ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഒരു ദിവസം എന്ത് ചെയ്തു, എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. നാളത്തെ വർക്ക് ഇന്ന് പ്ലാൻ ചെയ്യണം, നാളെയല്ല പ്ലാൻ ചെയ്യുന്നത്. നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എത്ര സെയിൽസ് ചെയ്തു, എത്ര ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്ക് കണക്ക് വേണം. എത്ര മണിക്കൂർ വർക്ക് ചെയ്തു കണക്ക് വേണം. എല്ലാം കൃത്യമായ കണക്ക് വേണം. കൃത്യമായ ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ ഒരാൾക്കും പറ്റിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ബോധം നമുക്ക് വരുന്ന സമയത്ത് നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ യു വിൽ നെവർ വിൻ ഇഫ് യു നെവർ ബിഗിൻ. ജസ്റ്റ് സ്റ്റാർട്ട് വേർ യു ആർ, വാട്ട് യു ഹാവ്, വാട്ട് യു ക്യാൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും ആയിക്കോട്ടെ, എന്ന് ആയിക്കോട്ടെ, നമുക്ക് പ്രായം ഒരു 50 വയസ്സിലായിക്കോട്ടെ 60 വയസ്സിലായിക്കോട്ടെ, നമുക്ക് എന്നാണോ ഈ ഒരു അവസരം കിട്ടുന്നത് അത് നമ്മൾ തുടങ്ങാതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നും ആയിക്കോട്ടെ, തുടങ്ങാതെ നമുക്കൊരിക്കലും അതിൽ സക്സസ് ആകാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് തുടങ്ങാം. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഈവൻ ഞാൻ RCM തുടങ്ങുന്ന സമയത്ത് ഒരു പേസ്റ്റിന്റെ RCMന്റെ ഹെർബൽ പേസ്റ്റിന്റെ ഗുണമേന്മ മാത്രം അറിഞ്ഞുകൊണ്ടാണ് ഈ ബിസിനസ് ഞാൻ തുടങ്ങിയത്. പിന്നീട് ഞാൻ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്ന സമയത്ത് അല്പം പ്രൊഡക്റ്റുകൾ, തവിടെണ്ണ, അതുപോലെ 1-2 പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഞാനൊരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ തീരുമാനമെടുത്തു.
എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതാ ഞാൻ ചെയ്തത്. പിന്നീട് ഓരോ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സ്ലൈഡിൽ ഞാൻ കാണിച്ചതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നിർദ്ദിഷ്ടവും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്ന ആളുകൾ ഈ ലക്ഷ്യത്തിലേക്കുള്ള മികച്ച പ്രകടനത്തിലേക്കും വിജയത്തിലേക്കും നയിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അവരുടെ പരമാവധി ശ്രമിക്കാനും സ്ഥിരത പുലർത്താനും പ്രതിബദ്ധത കൂടുതലാണ്. ഓക്കെ, സ്ലൈഡ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ. എന്റെ പ്രോഗ്രാം ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ ഇതിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഞാൻ RCM വരുന്ന സമയത്ത് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് വന്ന വരുമാനം വെറും തുച്ഛമായ വരുമാനം. അത് വരുമാനമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 57 രൂപ മുതൽ ഒരു 100 രൂപയ്ക്കകത്ത് വരുന്ന തുകയാണ് എനിക്ക് വരുമാനമായിട്ട് വന്നത്. എന്റെ പ്രൊഫഷനും ഞാൻ പറഞ്ഞു, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഓൾറെഡി മാരീഡ് ആയിരുന്നു. RCM വരുന്ന സമയത്ത് ഞാൻ മാരീഡാണ്. കോഴിക്കോട് മൂർത്തി സാറിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ എനിക്ക് കിട്ടിയത്. ഒന്ന് പാസീവ് ഇൻകം, 2 ടൈം ഫ്രീഡം ആണ്. ഫൈനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഈ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഞാൻ ഇന്നിത് അനുഭവിക്കുക. പൂർണ്ണമായിട്ടും ഒരു ടൈം ഫ്രീഡത്തിലേക്കോ പാസീവ് ഇൻകത്തിലേക്കോ വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം അതിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, 12ാമത്തെ സ്റ്റെപ്പിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ മക്കൾ ഇപ്പോ ഞാൻ ഇപ്പൊ ഇന്നലെ ഞാനൊരു 18 വയസ്സുള്ള ഒരു പയ്യനെ, പുള്ളി എന്തൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുത്തി അദ്ദേഹത്തിന് കൃത്യമായി എന്റെ കയ്യിലുള്ള അറിവ് ഞാനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ ചോദിച്ചു, താങ്കൾ പഠിക്കാൻ പോകുന്ന സെയിം കോഴ്സ്, ഒരു ഓയിൽ ആൻഡ് ഗ്യാസിന്റെ കോഴ്സ് പഠിക്കാൻ പോവാ പുള്ളി. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് വേണം കോഴ്സ് പഠിക്കാൻ. 1.5 ലക്ഷം രൂപയോ അങ്ങനെന്തോ ഫീസ് വരികയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ജോലി കിട്ടുമെന്ന് 100% ഗ്യാരണ്ടി ഉണ്ടോ ചോദിച്ച സമയത്ത് പുള്ളിക്ക് അതിന് ആൻസർ ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഞാൻ ചോദിച്ചു, ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്ര രൂപയാണ് വരുമാനം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? പുള്ളിക്ക് അതിന് ആൻസർ ഇല്ല. അടുത്തൊരു ചോദ്യം ഞാൻ ചോദിച്ചു, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു 10 വർഷം കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും നിങ്ങളുടെ വരുമാനം? അതിനും പുള്ളിക്ക് ആൻസർ ഇല്ല. കാരണം അതൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ചിന്തിക്കുന്നില്ല, പാരന്റ്സ് ചിന്തിക്കുന്നില്ല. പരസ്യത്തിൽ ഒരുപാട്, ഇന്നെല്ലാം പരസ്യമാണ് അല്ലെ. നമ്മൾ ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും. അവരുടെ നിരന്തരമായ പരസ്യം, ഒരുപാട് പരസ്യം ഉണ്ടാവും. നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ്, 50 ലക്ഷം രൂപ വരുമാനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യം നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ മേഖലയിൽ ഇതൊക്കെ കേട്ട് കടം വാങ്ങിച്ചും ലോൺ എടുത്തും ഫീസ് എടുത്ത് പഠിപ്പിച്ച് ഒരു 5-6 വർഷത്തിന് ശേഷം ഈ കുട്ടിക്ക് കിട്ടുന്ന വരുമാനം എത്രയാ? 10,000 രൂപ, 12,000 രൂപ, 15,000 രൂപ. ഈ ലോൺ അടക്കാൻ തികയോ? ഈ പൈസ ലോൺ അടക്കാൻ വേണ്ടി തികയോ? തികയില്ല. ഇതുകൊണ്ട് ഈ കുട്ടി അവന്റെ ജീവിതത്തിൽ, അവനൊരു 27-28 വയസ്സൊക്കെ ആവുന്ന സമയത്ത്, അവൻ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജീവിക്കാൻ ഇത് മതിയോ? പോരാ. അപ്പൊ നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. RCM എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങിക്കുന്നു, കോടിക്കണക്കിന് രൂപ വരുമാനം ഇന്ത്യയിലെ ആളുകൾ വാങ്ങിക്കുന്നു. ഇതേ പ്രസ്ഥാനം, സെയിം പ്രൊഡക്റ്റ്, സെയിം പ്ലാൻ, സെയിം കമ്പനി ഇന്ത്യയിൽ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. യാഥാർത്ഥ്യം, എക്സാമ്പിൾ, റിയൽ. ഇതിലൊരു കള്ളത്തരമോ മായോ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും സാധിക്കില്ല എന്നുള്ളത് എന്റെ ക്വസ്റ്റ്യൻ. RCM ഈസ് വെരി സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. ഞാൻ RCM വരുന്നതിന് മുമ്പ് പല്ല് തേക്കാറുണ്ടായിരുന്നു. RCM വരുന്നതിന് മുമ്പ് ഞാൻ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാറുണ്ടായിരുന്നു. ചപ്പാത്തി ഞാൻ കഴിക്കാറുണ്ടായിരുന്നു, ചപ്പാത്തിക്ക് കറി കൂട്ടാറുണ്ടായിരുന്നു, ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കിടക്കാറുണ്ടായിരുന്നു, ഫാൻ ഇട്ടിട്ട് കിടക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ RCM വരുന്നതിന് മുമ്പും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് RCM വന്നപ്പോഴും ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ RCM വരുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു ഫുഡ് കഴിച്ചാൽ വേറൊരാളോട് അതിന്റെ ഗുണമേന്മ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ല. പക്ഷെ RCM വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ
വലിയൊരു സാധ്യത, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഒരു ഹാപ്പിനെസ്, ഹെൽത്ത്, ഇതൊക്കെ നമുക്ക് കിട്ടുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ വരുമാനം നമുക്ക് കിട്ടുക. ആളുകൾ റെസ്പെക്ട് ചെയ്യാണ്, ആളുകൾ ബഹുമാനിക്കുകയാണ്, സ്നേഹിക്കുകയാണ് നമ്മളെ. അപ്പൊ ഇത്രയും വലിയൊരു അവസരം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വളരെ ചെറിയൊരു സ്ലൈഡ് പ്രസന്റേഷൻ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയൊരു പിന്നെ കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോ യൂത്ത് ഐക്കൺ കേരളത്തില് യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ യുവാക്കളെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് യൂത്ത് ഐക്കന്റെ പ്രോഗ്രാമുകൾ നിരവധി നടക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ മക്കളും എത്തണ്ടേ, നമ്മുടെ കുട്ടികളും എത്തണ്ടേ? നമ്മളെ മക്കള് 15,000 രൂപയുടെ ജോലിക്ക് പോയാൽ മതി, അവർക്കും നല്ലൊരു ഭാവി വേണ്ടേ? അപ്പൊ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം, എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായിട്ടുള്ള ആളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചോളൂ, നിങ്ങൾ ഏത് കോഴ്സ് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ എന്ത് ജോലിയും ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ RCM മെമ്പർ ആയിരിക്കണം. ഒരു പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഒരു ദിവസം ഒരു 2 മണിക്കൂർ പോട്ടെ, 1 മണിക്കൂറെങ്കിലും RCM നിർബന്ധമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കണം. കാരണം 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജോലി ഒഴിവാക്കും, നിങ്ങൾ RCM ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കും. ഇതിൽ വലിയ ലെവലിലേക്ക് നിങ്ങൾ വരികയും ചെയ്യും. നിങ്ങളുടെ പാരൻസ് നാളെ നമ്മളെ കുറിച്ച് ആലോചിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാം കേട്ട മുഴുവൻ ആളുകൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് തുറക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, ഐ ഓപ്പണിംഗ് പ്രോഗ്രാം ആയി മാറട്ടെ. അപ്പൊ നല്ല ഒരു തീരുമാനം എടുക്കുക. ഈ ഒരു മാസം ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക. ഈ ബിസിനസ്സിൽ അച്ചീവ്മെന്റ് നേടാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മുടെ കൂടെ വന്ന 2 പേർക്ക് നല്ല ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ചിന്തിച്ചാൽ മതി, വേറൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട. നമ്മുടെ കൂടെ വന്ന 2 പേർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കും അതേ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു വരുമാനവും നേട്ടവും ഉണ്ടാവും. എല്ലാവർക്കും അത്തരത്തിൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് അവസരം തന്ന അർജുൻ സാറിന് ഒരു പ്രത്യേക നന്ദി കൂടി പറയുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് RCM, GRCM. Thank you everyone. Hand over to MC. Thank you, Rishabh.